ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേ തരം ഹെയർ ബാൻഡിനെ രണ്ട് രീതിയിൽ ചെയ്യുന്നതാണ്. അതിനു വേണ്ടി ഒരു ബോ എടുത്തിട്ടുണ്ട്, സാറ്റിൻ്റെ റിബൺ ചുറ്റിയിട്ടുണ്ട്, 6 ഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറാണ്. അതിന് അയൺ സോൾഡറിങ് കൊണ്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ സാറ്റിൻ്റെ റിബണിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. സെൻറ്ററിൽ ഒരു ബീഡും കൂടി ഇട്ടിട്ടാണ് കെട്ടുന്നത്. അതിന് വേണ്ടിയുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് മാലയൊക്കെ കോർക്കുന്ന കട്ടിയുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇതിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്ന് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളിലൂടെ എടുത്തിട്ടൊന്ന് ഇതുപോലെ ലോക്ക് ചെയ്തിടുന്നുണ്ട്. ഇങ്ങനെ ഈ 6 ഫ്ലവറും ഒന്ന് ഇതിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ പശയും കൂടി തേച്ചൊന്ന് ഒട്ടിക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് കുത്തിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് സെൻറ്ററിൽ ഓരോന്നിനും ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതിന് ഹോൾ ഇട്ടിട്ടില്ല. ഇങ്ങനെ പിന്നെ ഒരു ബോ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫെൽറ്റ് ഷീറ്റിൽ മേലെയാണ് അത് ഒട്ടിക്കുന്നത്. ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ ആദ്യം സാറ്റിൻ റിബൺ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലിലായിട്ടാണ് ഈ ഫ്ലവേഴ്സ് 6 ഒട്ടിക്കുന്നത്. ഇത് പശ തേച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിക്കുന്ന സമയത്താവുമ്പോൾ ഇതൊന്ന് സ്ട്രോങ് ആയി നിന്നോളും. മറ്റേത് ഡയറക്റ്റ് ബോമൽ ചെയ്യുമ്പോൾ വേഗം ഇളകി പോരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ആദ്യത്തേത് നമ്മളൊന്ന് ത്രെഡ് കൊണ്ട് ഒന്ന് കെട്ടിയിട്ടത്. ഇങ്ങനെ ഈ ഷീറ്റൊന്ന് ഇതിനെ ഒട്ടിക്കുക. ഇതും റെസ്റ്റ് ചെയ്യാൻ നമുക്കൊന്ന് വെക്കുക. അലിഗേറ്റർ ക്ലിപ്പ് കുത്തിയാൽ മതി. ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത്രയേ ഉള്ളൂ വീഡിയോ. 2 ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട് കാണാൻ, നല്ല ലുക്കാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഹെയർ ബാൻഡാണ്. എല്ലാ ഡ്രസ്സിലേക്കും മാച്ചാവും. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.